നമസ്കാരം, എൻ്റെ പേര് ഗ്ലെഞ്ചി. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. സ്വദേശം തൃശ്ശൂരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പറ്റിയുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ സെർച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ടും ശ്രമിക്കുക. നമ്മളിന്ന് കമ്പാരിസൺ എടുത്തേക്കുന്ന 3 ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ പ്രൊഡക്റ്റുകളാണ്. ഒന്ന് നിവോപ്പയുടെ റീഅഷ്യൂർ 3.0, അതുപോലെ കെയർ ഹെൽത്തിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പ്ലാൻ, അതുപോലെ മണിപ്പാൽ സിഗ്നയുടെ സർവത്വം. ഇങ്ങനെ 3 കമ്പനികളുടെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇന്ന് കമ്പാരിസൺ എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് 2026 മാർച്ച് മാസമാണ്. അപ്പോൾ ഇതുവരെ ഇറങ്ങിയതിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കിയൊരു കാര്യം, ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് ഈ 3. അപ്പോൾ എന്തൊക്കെയാണ് ഈ പോളിസിയിൽ കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളത് ഈ വീഡിയോ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ആ ഒരു കമ്പാരിസൺ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമായിട്ട് എടുത്തേക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് കവറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതായത് പണ്ടൊക്കെ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ 10 ലക്ഷത്തിൻ്റെ പോളിസി അല്ലെങ്കിൽ 20 ലക്ഷത്തിൻ്റെ പോളിസി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോളിസി എടുത്തിരുന്നത്. അല്ലെങ്കിൽ 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തിട്ട് ചിലപ്പോൾ ഒരു ടോപ്പ് പോലെ ചെയ്യാറുണ്ട് കവറേജ് കൂടുതൽ കിട്ടാനായിട്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ഫീച്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ ക്ലെയിം വന്നോട്ടെ, ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 1 കോടി രൂപയുടെ കവറേജ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്ക് കവറേജ് കിട്ടും. ഈ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ അത് എത്ര ആയിക്കോട്ടെ, എത്ര തവണകൾ വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല, നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും, എത്ര വലിയ തുക വന്നു കഴിഞ്ഞാലും. ഇപ്പോൾ നിവോപ്പയുടെ റീഅഷ്യൂർ 3.0 നോക്കി കഴിഞ്ഞാൽ ഇതിൽ 4 വേരിയൻ്റ് ഉണ്ട്. ഇതിൽ ഒന്ന് ബ്ലാക്ക്, എലൈറ്റ്, സെലക്ട്, ക്ലാസിക്. എപ്പോഴും ഇതിൽ ബ്ലാക്ക് എന്ന് പറയുന്ന വേരിയൻ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതെടുത്താലാണ് നമുക്ക് എനിയും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ എനിക്കൊന്ന് ആദ്യമായിട്ട് ഈ ഒരു ഫീച്ചർ അൺലിമിറ്റഡ് കവറേജ് ഇൻഫിനിറ്റി ആയിട്ട് കൊണ്ടുവന്നത് നിവോപ്പയുടെ റീഅഷ്യൂർ 3.0 ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ടാണ് കെയർ ഹെൽത്തിൻ്റെ അൾട്ടിമേറ്റ്ലി അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും ഒരു ആഡ് ഓൺ പോലെ അൾട്ടിമേറ്റ്ലി ഏറ്റവും ലാസ്റ്റ് 9 ഓപ്ഷൻസ് അതിൽ കാണിക്കുന്നുണ്ട്. അതിൽ 9ാമത്തെ പ്രീമിയം ഓപ്ഷനാണ് ഈ അൺലിമിറ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഇവിടെയും ഇതുപോലെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര വലിയ ക്ലെയിം വന്നു കഴിഞ്ഞാലും ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ മണിപ്പാൽ സിഗ്നയിലും ഇതേ സെയിം ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് വ്യത്യസ്തമുണ്ട്. അതായത് 10 ലക്ഷം അതിന് മുകളിലുള്ള പോളിസി എടുത്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കവറേജ് കിട്ടുള്ളൂ. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇതിലൊരു അനന്ത് എന്ന് പറയുന്ന റൈഡർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആവുന്നുള്ളൂ. പക്ഷേ 5 അസുഖത്തിനാണ് ഇത് കവർ ചെയ്യുന്നത്. ക്യാൻസർ, സ്ട്രോക്ക്, കാർഡിയാക് ഇഷ്യൂസ്, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, ആക്സിഡൻറ്റ്, ഇങ്ങനെ 5 കേസുകൾ പറയുന്നുണ്ട്. ഈ 5 കേസുകൾക്കാണ് അൺലിമിറ്റഡ് ആയിട്ട് കവറേജ് കിട്ടുന്നത്. ഈ പോളിസിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോണസിൻ്റെ ഒരു ഇഷ്യൂസ് വരുന്നില്ല, അക്യുമുലേറ്റീവ് ബോണസിന്. കാരണം അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ബോണസിൻ്റെ അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ്റെ ഒന്നും ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല ഈ ഒരു പോളിസികൾ എടുത്തു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ടോപ്പപ്പിൻ്റെ ആവശ്യകതയില്ല. അതായത് പണ്ടൊക്കെ നമ്മൾ എടുത്ത പോലെ 10 ലക്ഷം എടുത്തിട്ട് ഒരു 1 CR ഒരു ടോപ്പപ്പ് എടുക്കുമായിരുന്നു കവറേജ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഈ ഒരൊറ്റ പോളിസിയിൽ തന്നെ നമുക്ക് ഇത്രയും വലിയൊരു കവറേജാണ് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പോർട്ട് ചെയ്യാം ഈ പോളിസികൾക്ക് വേണമെങ്കിൽ, മണിപ്പാൽ സിഗ്നൽ ഒഴിച്ച്. ഇപ്പോൾ ഈ പറയുന്ന ഫീച്ചേഴ്സ് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ റിന്യൂവൽ ടൈമിൽ വേണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന പോളിസി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ക്രിട്ടിക്കൽനെസ് വന്നിട്ടുള്ളവർക്ക് സാധിക്കില്ല. പക്ഷേ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ പോളിസിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അൺലിമിറ്റഡ് കവറേജ് തന്നെയാണ് ഈ ഒരു പോളിസിനെ വ്യത്യസ്തമാക്കുന്ന. ഈ 3 പോളിസികൾ മറ്റുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു അൺലിമിറ്റഡ് കവറേജ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രീമിയമാണ്. നമ്മൾ പ്രീമിയം എടുത്തേക്കുന്നത് ഒരു 40-35 വയസ്സ് വരുന്ന ഭർത്താവിനും ഭാര്യയ്ക്കും വരുന്നൊരു പ്രീമിയം, അതുപോലെ തന്നെ 65-60 വയസ്സ് വരുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും വരുന്ന പ്രീമിയമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിൽ പ്രീമിയം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പലരും ചിന്തിക്കുന്ന കാര്യം, ഇപ്പോൾ അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഹ്യൂജ് പ്രീമിയം വരും എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ പ്രീമിയം നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ റീഅഷ്യൂർ 3.0 നോക്കി കഴിഞ്ഞാൽ 19,031 രൂപയ്ക്ക് അടുത്ത്, ഇത് കേരളത്തിലെ റേറ്റാണ് പറയുന്നത്. നമുക്ക് അൺലിമിറ്റഡ് കവറേജ് ഒരു റൈഡർ ഒന്ന് ആഡ് ചെയ്യാണ്ട് എടുക്കുകയാണെങ്കിൽ വരുന്ന പ്രീമിയം 19,031 രൂപയ്ക്ക് അടുത്താണ് വരുന്നത്. ഇപ്പോൾ കെയർ ഹെൽത്തിൽ നോക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് കവറേജ് വരികയാണെങ്കിൽ 14,334 രൂപ അടുത്താണ് വരുന്നത്. നമ്മൾ റൈഡേഴ്സ് ഒന്നും ആഡ് ചെയ്യാണ്ട്, റൈഡേഴ്സ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നമുക്ക് ഹോസ്പിറ്റൽ ക്യാഷ് അല്ലെങ്കിൽ കൺസ്യൂമർ ബെനിഫിറ്റ് എന്നൊക്കെ പറഞ്ഞ റൈഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് എടുത്ത് കഴിഞ്ഞാൽ പ്രീമിയം ചേഞ്ച് ആവും. അപ്പോൾ അതൊന്നും ഇല്ലാതെ വരുന്ന പ്രീമിയമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒരു 40-35 വയസ്സിൽ വരുന്നവർക്ക് ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും വരുന്ന പ്രീമിയമാണ്. അതുപോലെ മണിപ്പാൽ സിഗ്നയിൽ നോക്കുകയാണെങ്കിൽ 9,932, ഏകദേശം ഒരു 10,000 രൂപ അടുത്താണ് വരുന്നത്. 10 ലക്ഷം പ്ലസ് അനന്തും. കാരണം ഇവിടെ 10 ലക്ഷം മുതലുള്ള പോളിസികൾക്കാണ് അനന്ത് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ളവരുടെ കേസിൽ നോക്കുകയാണെങ്കിൽ 65-60 വയസ്സ് വരുന്ന 2 പേരുടെ ഏജിൽ വരുന്ന പ്രീമിയം എന്ന് പറയുന്നത് നിവോപ്പയിൽ നോക്കുകയാണെങ്കിൽ 76,653 രൂപ അടുത്താണ് വരുന്നത്. നമ്മൾ റൈഡേഴ്സ് ഒന്ന് ആഡ് ചെയ്യാണ്ട് വരികയാണെങ്കിൽ. ഇപ്പോൾ നമുക്ക് BP ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ പ്രീമിയം ഒന്നും കൂടി കൂടും. ഇത് അതില്ലാതെ വരുന്ന പ്രീമിയമാണ്. കെയർ ഹെൽത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 55,103 രൂപയ്ക്ക് അടുത്താണ് വരുന്നത്. നമ്മൾ റൈഡേഴ്സ് ഒന്ന് ആഡ് ചെയ്യാണ്ട് എടുക്കുകയാണെങ്കിൽ പ്രീമിയം വരുന്നത്. അതുപോലെ മണിപ്പാൽ സിഗ്നയിൽ നോക്കുകയാണെങ്കിൽ 33,515 രൂപയ്ക്ക് അടുത്ത് വരുന്ന പ്രീമിയം ഈ ഒരു ഏജ് കാറ്റഗറിയിൽ വരുമ്പോൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് മണിപ്പാൽ സിഗ്നയുടെ സർവോത്തം. വളരെ
പ്രീമിയം കുറവാണ്. ഇപ്പോൾ 10 ലക്ഷമൊക്കെ എടുത്താൽ തന്നെ ഇപ്പോൾ അസുഖങ്ങളുണ്ടെങ്കിൽ തന്നെയും റൈഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും പ്രീമിയം അത്ര കൂടുതൽ വരുന്നില്ല. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം NRI ആണെങ്കിൽ ഇപ്പോൾ നിവോപ്പയിലൊക്കെ 15% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. NRI ആണെങ്കിൽ എല്ലാവരും NRI സ്റ്റാറ്റസ് ആണെങ്കിൽ. കെയർ ഹെൽത്തിലാണെങ്കിൽ ആരെങ്കിലും ഒരാൾ NRI സ്റ്റാറ്റസ് ചെയ്യാൻ മതി, അപ്പോഴും നമുക്ക് 15% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. മണിപ്പാൽ സിഗ്നൽ നോക്കി അങ്ങനെ ഒരു ഡിസ്കൗണ്ട് ഒന്നും വരുന്നില്ല, കാരണം ഓൾറെഡി പ്രീമിയം വളരെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നിവോപ്പിൽ നോക്കി കഴിഞ്ഞാൽ കാണുന്ന ഒരു ഫീച്ചറാണ് ലോക്ക് ദി ക്ലോക്ക്. അതായത് നമുക്ക് പ്രീമിയം ലോക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പ്രായത്തിനനുസരിച്ച് ചേഞ്ച് ആവില്ല. ക്ലെയിം വന്നു കഴിഞ്ഞാൽ പ്രീമിയം ചേഞ്ച് ആവും. കെയർ ഹെൽത്തിൽ മണിപ്പാലും പ്രീമിയം ഇയർലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ചെറിയൊരു പെർസെൻറ്റേജ് വെച്ചൊക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും നിവോപ്പിലായാലും എല്ലാ ഇൻഷുറൻസിലും പ്രീമിയം ഇയർലി മെഡിക്കൽ ഇൻഫ്ലേഷൻ്റെ പേരിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും പോളിസി എടുക്കുമ്പോൾ പറ്റുവാണെങ്കിൽ ഒരു 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 3 വർഷത്തേക്കോ പ്രീമിയം ഒരുമിച്ച് എടുക്കുന്നതാണ് ഇപ്പോഴും നല്ലത്. കാരണം നമുക്ക് പ്രീമിയം ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ മെഡിക്കൽ ഇൻഫ്ലേഷൻ, ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ മെഡിക്കൽ ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ പ്രീമിയം ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം ചേഞ്ച് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 3 വർഷത്തേക്കൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രീമിയം ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു 5 വർഷം അല്ലെങ്കിൽ 3 വർഷം ചേഞ്ചസ് ഉണ്ടാവില്ല നമ്മുടെ പ്രീമിയത്തിൽ. അതുപോലെ തന്നെ ഇപ്പോൾ EMIയിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ 5 വർഷത്തേക്കൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ 3 വർഷത്തേക്കൊക്കെ എടുക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ തന്നെ EMI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 3 വർഷത്തേക്കൊക്കെ പോളിസി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 10% മുതൽ 15% വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 5 വർഷത്തേക്കോ 3 വർഷത്തേക്കോ എടുത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്കൊക്കെ വലിയൊരു പ്രീമിയം വരുന്നില്ല. ഈ പറഞ്ഞ പോലെ അത്ര ഒരു അൺലിമിറ്റഡ് കവറേജ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും വലിയൊരു പ്രീമിയത്തിൽ വ്യത്യാസം വരുന്നില്ല. പിന്നെ അസുഖങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രീമിയം ചേഞ്ച് ആവും. അതുപോലെ തന്നെ വെയിറ്റിംഗ് പീരീഡ് ഇൻഷുറൻസിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെയിറ്റിംഗ് പീരീഡ്. നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എന്തായാലും ഡിസ്ക്ലോസ് ചെയ്യണം. പലപ്പോഴും നമ്മൾ ചെറുതായെന്ന് വിചാരിക്കുന്ന എനിക്ക് BP ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡയബറ്റിക്, ചിലപ്പോൾ അല്ല കൊളസ്ട്രോൾ ഉണ്ട്, ചിലപ്പോൾ മെഡിസിൻ കഴിക്കും, അല്ലെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ മെഡിസിൻ കഴിക്കും. ഇങ്ങനെ ഒരു നമ്മളൊരിക്കലും ആയിരിക്കരുത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ. നമ്മൾ അതുണ്ടെങ്കിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ലാഘവത്തോടു കൂടി കാണുന്ന ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനി അത് ഗൗരവത്തോടെ എടുത്തുനിന്ന് വരാം. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പോളിസി എടുത്തതിന് ശേഷം തുടങ്ങി എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും പാരൻസിനൊക്കെ എടുക്കുമ്പോൾ അവരായിട്ടൊന്ന് സംസാരിച്ചിട്ട്, കാരണം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് അവരായിരിക്കും ഡോക്ടറെ അടുത്ത് സംസാരിക്കുന്നതും അല്ലെങ്കിൽ അവരായിരിക്കും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് എന്തൊക്കെയാണ് അസുഖങ്ങളെന്ന് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം പോളിസി എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഏതാണ്, സ്മൂത്തായിട്ട് ക്ലെയിം കിട്ടുന്ന. അങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഇല്ല. കാരണം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയും നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായി അപ്പം തന്നെ ക്ലെയിം കൊടുക്കില്ല. കാരണം വ്യക്തമായിട്ടൊരു ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ക്ലെയിം കൊടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വെയിറ്റിംഗ് പീരീഡ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അസുഖങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഇൻഷുറൻസ് കമ്പനിക്ക് എങ്ങനെയാണ് നമ്മുടെ അസുഖങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുക ചോദിക്കാറുണ്ട്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് അഡ്മിറ്റ് ആകുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയും. എനിക്ക് ചെറുപ്പത്തിൽ അത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന ഓരോരോ കാര്യങ്ങൾ ഈ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുക, നമ്മുടെ ഡിസ്ചാർജ് സമ്മറിയിൽ അത് മെൻഷൻ ചെയ്യും. അപ്പോൾ ഈ ഡിസ്ചാർജ് സമ്മറിയാണ് ഇൻഷുറൻസ് കമ്പനിക്ക് പോകുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പലതും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ക്യാഷ്ലെസ് കിട്ടേണ്ടത് കൂടി ചിലപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ റീഇംബേഴ്സ്മെൻറ്റ് ആവാൻ അല്ലെങ്കിൽ ഹോൾഡ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പലതും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഇൻഷുറൻസ് നമുക്ക് ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ 30 ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ പോളിസി ആക്റ്റീവ് ആവുക. പക്ഷേ ആക്സിഡൻറ്റ് കേസുകൾക്ക് വെയിറ്റിംഗ് പീരീഡ് പറയുന്നില്ല. അതുപോലെ സ്പെസിഫിക് ഇൽനെസ്, അതായത് ഇൻഷുറൻസ് ചിലപ്പോൾ വെരിക്കോസ് വെയിൻ അല്ലെങ്കിൽ കാറ്ററാക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില അസുഖങ്ങൾക്ക്, ഇപ്പോൾ നമ്മുടെ അഡിനോയിഡിന് സർജറി, അപ്പോൾ ഇങ്ങനത്തെ സർജറികൾക്കൊക്കെ ഇൻഷുറൻസ് കമ്പനി 2 ഇയർ വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട്. അപ്പോൾ അത് ഒത്തിരി ഞാനിതിൽ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഈ അസുഖങ്ങൾക്കൊക്കെ 2 ഇയർ വെയിറ്റിംഗ് പീരീഡ് ഇൻഷുറൻസിൽ ബാധകമാണ്. പിന്നെ അതുപോലെ തന്നെ PD പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നോർമൽ ഇൻഷുറൻസിൽ 36 മാസമാണ് പറയുന്നത്. പക്ഷേ ഇതിൽ നിവോപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരു 145 അസുഖങ്ങൾക്ക് Day 1 മുതൽ കവറേജ് അവർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലിസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ കെയർ ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ ഇൻസ്റ്റൻറ്റ് കവർ എന്ന് പറയുന്ന ഒരു റൈഡർ ഉണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 അസുഖങ്ങൾക്ക് Day 1 മുതൽ കവറേജ്, അതായത് ആസ്മ, BP, ഡയബറ്റിക്, കൊളസ്ട്രോൾ, ഹൈപ്പോതൈറോയിഡിസം, ഈ പറയുന്ന 5
5 അസുഖങ്ങൾക്കും നമുക്ക് ഡേ 1 മുതൽ കവറേജ് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് കവർ എന്ന് പറയുന്ന റൈഡർ എടുത്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മണിപ്പാൽ സിഗ്നയിൽ നോക്കുകയാണെങ്കിൽ ഇതിലൊരു സാരഥി എന്ന് പറയുന്ന ഒരു റൈഡർ കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ 4 അസുഖങ്ങൾ, ആസ്മ, BP, ഡയബറ്റിക്, കൊളസ്ട്രോൾ, ഈ പറയുന്ന 4 അസുഖങ്ങളും ഇതിലും കവർ ചെയ്ത് കിട്ടും. പക്ഷേ ഇതിനനുസരിച്ചൊക്കെ പ്രീമിയം ചേഞ്ച് ആവും. അപ്പോൾ ദയവ് ചെയ്ത് നമ്മുടെ അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ടൊരു ബോധ്യം ഉണ്ടാവുക, അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ എടുത്തേക്കുന്ന ഫീച്ചറാണ് ബോണസ് ആൻഡ് റീസ്റ്റോറേഷൻ ഒക്കെ. ഇതിനെ പറ്റിയിട്ട് ഇതിൽ അൺലിമിറ്റഡ് പ്ലാൻ ആയതുകൊണ്ട് ഇതിൽ ബോണസിൻ്റെ അല്ലെങ്കിൽ ഒരു റീസ്റ്റോറേഷൻ്റെ ആവശ്യത വരുന്നില്ല. കാരണം എല്ലാ ക്ലെയിമും അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിവിടെ പരിഗണിക്കേണ്ടതായിട്ട് വരുന്നില്ല. മണിപ്പാൽ സിഗ്നയിൽ നോക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് കവറേജ് കിട്ടുന്ന ഈ 5 അസുഖങ്ങൾക്കാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൽ സ്പെസിഫിക്കലി ഇപ്പോൾ നമുക്കിപ്പോൾ അൺലിമിറ്റഡ് കവറേജ് ഒന്നും വേണ്ട, ഒരു 10 ലക്ഷം 20 ലക്ഷത്തിൻ്റെ ഒക്കെ പോളിസി മതി. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ നിവോപ്പയിൽ ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിവോപ്പയിലൊക്കെ ആണെങ്കിൽ ബോണസായിട്ട് കൊടുക്കുന്നത് 10 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു 10x കവറേജ് കൊടുക്കുന്നുണ്ട്. അതായത് 10 എന്നുള്ളത് 1 കോടിയായിട്ട് മാറുന്നുണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലെയിം. അപ്പോൾ ക്ലെയിം വന്നാലും വന്നില്ലെങ്കിലും ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. കെയർ ഹെൽത്തിൻ്റെ അൾട്ടിമേറ്റ് കെയറിലാണെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റി ബോണസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ വർഷം 100% വെച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് 10 എന്നുള്ള പോളിസി 20, 30, 40 അങ്ങനെ എല്ലാ വർഷം ഇങ്ങനെ അൺലിമിറ്റഡ് ടൈംസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതും ഇറസ്പെക്റ്റീവ് ഓഫ് ദ ക്ലെയിമാണ്. ക്ലെയിം വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് ക്ലെയിം ഇങ്ങനെ ഈ ബോണസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നോളും. അതുപോലെ തന്നെ മണിപ്പാൽ സിഗ്നയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഗുള്ളക്ക് എന്ന് പറഞ്ഞ റൈഡർ ഉണ്ട്. അതും ഒരു 15x കവറേജ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 10 ലക്ഷം എടുത്ത് കഴിഞ്ഞാൽ ഒരു 1.5 കോടി ആവുന്ന വരെ എല്ലാ വർഷം 10, 20, 30, 40 അങ്ങനെ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് അൺലിമിറ്റഡ് എടുക്കുന്നവർക്ക് ഇത് ബാധകമല്ല. പക്ഷേ ഇങ്ങനെ സ്പെസിഫിക് ഒരു സബ് ഇൻഷുർഡ് എടുക്കുന്നവർക്കാണ് ഈ ഒരു ഫീച്ചർ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഈ റൈഡേഴ്സൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇൻഷുറൻസിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റൂം റെൻറ്റ് അല്ലെങ്കിൽ ICUക്കൊക്കെ കോ പേയ്മെൻറ്റ് അല്ലെങ്കിൽ സബ്ലിമിറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം റൂം റെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബില്ലൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഇതിൽ നെവോപ്പിൽ നോക്കുകയാണെങ്കിൽ റൂമിനൊന്നും റെസ്ട്രിക്ഷൻസ് പറയുന്നില്ല, ICUവിനൊന്നും സബ്ലിമിറ്റ് പറയുന്നില്ല. കെയർ ഹെൽത്തിൽ അതുപോലെ തന്നെയാണ്, റൂമിനൊന്നും റെസ്ട്രിക്ഷൻസ് പറയുന്നില്ല. മണിപ്പാലിൽ ഇൻബിൽട്ട് ആയിട്ട് അവർ കൊടുക്കുന്നത് സിംഗിൾ പ്രൈവറ്റ് റൂമാണ്. പക്ഷേ നമുക്കിത് അൺലിമിറ്റഡ് ആയിട്ട് ചേഞ്ച് ചെയ്യാം. എനി റൂം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനി റൂം ചൂസ് ചെയ്യാം. ഇവിടെയും ICUവിനൊന്നും സബ്ലിമിറ്റ് പറയുന്നില്ല. അതുപോലെ മോഡേൺ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ റോബോട്ടിക് സർജറി ഒക്കെ അല്ലെങ്കിൽ മോഡേൺ ആയിട്ട് വരുന്ന ട്രീറ്റ്മെൻറ്റൊക്കെ ഈ 3 ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നുണ്ട്. സബ്ലിമിറ്റ് ഒന്നും പറയുന്നില്ല മോഡേൺ ട്രീറ്റ്മെൻറ്റിനായാലും. പിന്നെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, അതായത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള എക്സ്പെൻസും അത് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബില്ലുകളാണ് പോസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിവോപ്പിൽ നോക്കുകയാണെങ്കിൽ 60-180 വരെ കവർ ചെയ്യുന്നുണ്ട്. കെയർ ഹെൽത്ത് അൾട്ടിമേറ്റിലാണ് 60-90 ആണ്. മണിപ്പാൽ സിഗ്നലിലാണെങ്കിൽ 60-180 ഡേയ്സ് വരെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ചെക്കപ്പ്, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഹെൽത്ത് ചെക്കപ്പ് കവർ ചെയ്യുന്നുണ്ടോ? ഈ 3 എണ്ണത്തിൽ ഓപ്ഷണലായിട്ട് ഹെൽത്ത് ചെക്കപ്പ് കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പലപ്പോഴും കണ്ടിരുന്നത് ചിലപ്പോൾ നമ്മുടെ നിയറസ്റ്റ് ചിലപ്പോൾ ലാബുകളിലാണ് ഹെൽത്ത് ചെക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള ലാബുകളിൽ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. പലപ്പോഴും ഒരു പ്രശ്നങ്ങൾ ഈ ഹെൽത്ത് ചെക്കപ്പ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അടുത്തുള്ള നെറ്റ്വർക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ആവശ്യാനുസരണം ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ മെറ്റേണിറ്റി കവറേജ്, ന്യൂ ബോൺ ബേബി കവറേജ്, ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നിവോപ്പയിൽ ഈ കെയർ ഹെൽത്തിൻ്റെ പ്ലാനിലും മെറ്റേണിറ്റി കവറേജ് വരുന്നില്ല. മണിപ്പാൽ സിഗ്നയിൽ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെ 3 വർഷം വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട്. 20% വരെയാണ് മെറ്റേണിറ്റി കവറേജ് വരുന്നത്. അതായത് 10 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ 2 ലക്ഷം വരെയാണ് കവർ ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ തന്നെ മെറ്റേണിറ്റിക്ക് വെയിറ്റിംഗ് പീരീഡ് കുറഞ്ഞ വേറെയും പ്ലാനുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിവോപ്പയുടെ ആസ്പെർ എന്ന് പറയുന്ന പ്ലാനാണ് 9 മാസമാണ് മെറ്റേണിറ്റിക്ക് വരുന്നുള്ളൂ. അതുപോലെ സ്റ്റാർ ഹെൽത്തിൻ്റെ ഒരു വിമൺ കെയർ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ മെറ്റേണിറ്റി അല്ലെങ്കിൽ ന്യൂ ബോൺ ബേബി കവറേജ് ഒക്കെ ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ പ്ലാനുകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുപോലെ തന്നെ കൺസ്യൂമബിൾ കവറേജ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ പഞ്ഞി, സിറിഞ്ച് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ക്ലെയിം വരുമ്പോൾ ഒരു എമൗണ്ട് കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന റൈഡേഴ്സ് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എമൗണ്ടും ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിലൊരു സേഫ് ഗാർഡ് പ്ലസ് എന്ന് പറയുന്ന റൈഡർ ഉണ്ട് നിവോപ്പയിൽ. അപ്പോൾ നമ്മളത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നോൺ മെഡിക്കൽ ഐറ്റംസ് നമുക്ക് കവർ ചെയ്ത് കിട്ടും. അതുപോലെ കെയർ ഹെൽത്തിന് അൾട്ടിമേറ്റിലാണെങ്കിൽ ക്ലെയിം ഷീൽഡ് എന്ന് പറയുന്ന ഒരു റൈഡർ ഉണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള എക്സ്പെൻസൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. മണിപ്പാൽ സിഗ്നലും അതെ കവറേജ് ഫോർ നോൺ മെഡിക്കൽ ഐറ്റംസ് എന്ന് പറഞ്ഞ റൈഡർ കാണാൻ പറ്റും. അതും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന നോൺ മെഡിക്കൽ ഐറ്റംസ് കവർ ചെയ്ത് കിട്ടും. ഈ പഞ്ചി, സിറിഞ്ച്. അപ്പോൾ ഈ പേരുകൾ എടുത്ത് പറയുന്നത് നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സാധാരണ ഹെൽത്ത് ഇൻഷുറൻസിൽ കാണുന്ന പോലെ ഇപ്പോൾ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ 24 മണിക്കൂർ ആവശ്യമില്ലാത്ത ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫുള്ള് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ആയുർവേദം, ആംബുലൻസ് ചാർജ്, ഇതൊക്കെ ഇൻഷുറൻസിൽ 3 എണ്ണത്തിലും കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ മാർക്കറ്റിലുള്ള മറ്റുള്ള പ്രൊഡക്റ്റുകൾ വെച്ച് കമ്പാരിസൺ ചെയ്യുന്നതിനൊക്കെ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴായാലും ഒത്തിരി യൂണീക്കായിട്ടുള്ള ഫീച്ചേഴ്സ് ഈ പ്രൊഡക്റ്റിൽ കാണാനായിട്ട് പറ്റും. മാത്രമല്ല ഏറ്റവും വലിയ യൂണീക്കായിട്ട് പറയുന്നൊരു കാര്യം അൺലിമിറ്റഡ് കവറേജ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വീഡിയോ നിർത്താണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പോളിസിയെ പറ്റിയുള്ള ഒരു സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ അയക്കുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ,
കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.